സാറേ, കാർഗിൽ വിജയ ദിവസമാണ്. ഇന്ത്യയും പാകിസ്ഥാനും 1999 ഏറ്റവും ചെറിയ യുദ്ധങ്ങളിലൊന്നാണ് ഈ കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 ആണവ ശക്തികൾ നേർക്കുനേർ യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. 2 ആണവ ശക്തികൾ, അതായത് 1998 ഇവർ ആണവശക്തി, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളാവുന്നു. 99 നേർക്കുനേർ യുദ്ധം ചെയ്യുകയാണ്. അത് ലോകത്തെ ഞെട്ടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ യുദ്ധലക്ഷ്യം കൃത്യമായി നിർവഹിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നീങ്ങിയ പട്ടാളക്കാർ. അപ്പോൾ എല്ലാം കൊണ്ടും ഈ യുദ്ധത്തിന് യുദ്ധതന്ത്രം എന്താണെന്നുള്ളത് നിർവചിക്കുമ്പോൾ കാർഗിൽ യുദ്ധത്തിന് പ്രാധാന്യമില്ലേ? കാർഗിൽ യുദ്ധം ഒരു വാട്ടർ ഷെഡ് മൊമെന്റ് എന്ന് ഇംഗ്ലീഷ് പറയും. വളരെ ലോക യുദ്ധത്തിൽ വൈത്തിരിവായ യുദ്ധങ്ങളൊന്നാണ്. ഇപ്പം പണ്ടത്തെ പോലെ വിശാലമായ ഭൂപ്രദേശങ്ങൾ കീഴടക്കുക അങ്ങനെയുള്ള ടാർജറ്റും യുദ്ധങ്ങൾക്കില്ല. ഉക്രൈൻ യുദ്ധം തന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് ടാർജറ്റ്. അതായത് ഈ പറയുന്ന ഉക്രൈനിലെ നാറ്റോയുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക, അവിടെയുള്ള ഈ റഷ്യൻ വംശജർക്ക് ഭേദപ്പെട്ട സ്വയംഭരണം നൽകുക, അല്ലെങ്കിൽ റഷ്യയുടെ ഭാഗമാക്കുക. രാജ്യം മൊത്തത്തിൽ വേണമെന്ന് ഒരു താല്പര്യം. അല്ലെങ്കിൽ പുട്ടിപ്പിളെ നമ്മളെ ഡിസ്കസ് ചെയ്യാം, പുട്ടിപ്പിളെ പിടിക്കും. അത് അവരുടെ ഒഫീഷ്യൽ സ്റ്റാൻഡാണ്. ഞാനത് അവിടുത്തെ ഗവൺമെന്റ് പ്രതിനിധിയോട് തന്നെ ഡിസ്കസ് ചെയ്തത് ആ വിഷയം അതാണ്. അല്ലെങ്കിൽ അവർക്ക് റഷ്യക്ക് എന്ത് എളുപ്പമാണ്, അവിടെ സുഖമായി തുറന്നെടുക്കുന്ന ബോർഡറാണ്, ഈ ടാങ്ക് അടിച്ച് കയറ്റി പിടിച്ചെടുക്കാവുന്നതാണ്. വ്യോമസേനയുടെ പോലും ആവശ്യമില്ല. അത് ചെയ്യാതെ വളരെ ലിമിറ്റഡ് ആണ് ഈ ലക്ഷ്യങ്ങൾ, പണ്ടത്തെ പോലെ അല്ല. അപ്പം അത്തരം യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് മുമ്പേ 7 ഡേ വാർ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ ടാർഗറ്റായിരുന്നു. കൃത്യമായ ടാർഗറ്റുകൾ അവർ പിടിച്ചടക്കി. പിന്നെ അവർ കുറച്ചൊക്കെ വിട്ടുകൊടുത്തു. അതിനുശേഷം ഒരു പക്ഷേ നമ്മുടെ മേലെ നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മുമ്പൊക്കെ ബാറ്റിൽ ഓഫ് ലോങ് ഡേ വാലയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ടാങ്ക്സ് ഒക്കെ വന്ന് ഒരു പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ടാങ്കുകളൊക്കെ വന്ന യുദ്ധമാണ്. അത് കഴിഞ്ഞ അത്ര ടാങ്കുകൾ തമ്മിലുള്ള യുദ്ധം നടന്ന് ഇറാനും ഇറാഖും തമ്മിൽ. പിന്നെ ലോകത്ത് എവിടെ അങ്ങനെ യുദ്ധം നടന്നില്ല. പിന്നെ ഈ പറയുന്ന ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളൊക്കെ ചാടും അടുത്തുള്ള രാജ്യങ്ങളൊക്കെ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ ഈ ഇവരുടെ ടയോട്ട വാർന്ന അതിന് പറയാം. ടയോട്ടയുടെ ഈ പിന്നെ ഒരു മറ്റേ വണ്ടി ഉണ്ട്, എന്താ പറയുന്ന പേര്, പിക്കപ്പ് അതിന് പേരുണ്ട്, എവിടെ ഇറക്കിയിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. ലോകത്തെ ഏറ്റവും ഡ്യൂറബിലിറ്റി ഉള്ള വണ്ടിയാണത്. നിങ്ങൾ കടലിൽ വീണാലും വലിയ ബിൽഡിങ്ങിന് താഴെട്ടാലും കത്തിച്ചാലും ഒക്കെ അത് പിന്നെയും ഓണാവും. ബാറ്ററി മാത്രമേ ശരിയാക്കിയാൽ മതി. അങ്ങനെയുള്ള വണ്ടിയാണ്. അതിൻ്റെ അമേരിക്ക അപ്പം ഈ ചാർട്ടിലെ സൈനികർക്ക് അമേരിക്ക കൊടുത്ത ടാങ്കൊന്നല്ല, ഇതിൻ്റെ കുറച്ച് വണ്ടി അതിൻ്റെ മുകളിൽ 2 പീരങ്കി ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇതിന് പറയുന്നത് തന്നെ ടൊയോട്ട വാർന്നാണ്. അപ്പോൾ അവർ ജയിച്ചു അത്. അപ്പം അങ്ങനെയുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാങ്ങാണ് പിന്നെ നടന്നിട്ടുള്ളത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ യുദ്ധങ്ങളൊന്നും അതിന് ശേഷം ഉണ്ടായിട്ടില്ല. അത് വളരെ ലിമിറ്റഡ് ആയിരുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ആ മേഖല പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ അവർക്ക് ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധ മാറ്റുക, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ അപമാനിക്കുക എന്നുള്ള മുഷറഫിൻ്റെ തന്ത്രം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് അവരത് ചെയ്തത്. പിന്നെ അവർ നേരിട്ട് നടത്തി, അവരൊരിക്കലും അത് അവരുടെ സൈനികരാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് ID കാർഡൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാണ്. അവർ പറയുന്നത് അത് മുജാഹിദ്ദീൻസ് ആണ് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദികളാണ്, പോരാളികൾ, ഇസ്ലാമിസ്റ്റ് പോരാളികളാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പാകിസ്ഥാൻ സൈന്യം തന്നെയായിരുന്നു അത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഒന്ന് വേണമെങ്കിൽ ഈ കാരണം പറഞ്ഞത് ഭാഗാധിനിഷ്ട കാശ്മീരൊക്കെ തിരിച്ചു പിടിക്കായിരുന്നു. നമ്മൾ ചെന്ന് വാജ്പേയിയാണ് പ്രധാനമന്ത്രി, കോൺഗ്രസ്സുകാരുമല്ല. നമ്മളത് ചെയ്തിട്ടില്ല. നമ്മൾ അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ടുളൂലങ്ക്, ടൈഗർ ഹിൽസ് ഇതൊക്കെ തിരിച്ചു പിടിച്ചു. അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ലിമിറ്റഡ് സ്കെയിൽ വാറിലേക്കാണ് ഇപ്പം ലോകം പോകുന്നത്. അല്ലാതെ മൊത്തം പിടിച്ചെടുക്കുക, കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുക. ഇവർക്ക് 2 പേർക്ക് ആറ്റം ബോംബുണ്ടല്ലോ, നമുക്കുണ്ട് അവർക്കുണ്ട്. അവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ലോകത്ത് ഈ ലിമിറ്റഡ് സ്കെയിൽ വാറിലേക്ക് ലോകത്തിന് യുദ്ധയുദ്ധം മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർക്കിംഗ് പോയിൻ്റാണ് കാർഗിൽ. അതാണ് അതിൻ്റെ യുദ്ധങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്. പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു മൊറൈൽ ഭീകരമായിട്ട് ഉയർത്തിയ ഒരു യുദ്ധമാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു വലിയ ചതിയായിരുന്നു. അപ്പുറത്ത് ചർച്ച നടത്തുന്നതിനിടയ്ക്ക് ഈ മഞ്ഞ് അതിശക്തമായ ശൈത്യമുള്ളപ്പം അവിടെ ഈ പറയുന്ന ഉയർന്ന മേഖലകൾ പിടിച്ചടക്കി. അപ്പോൾ ഈ ഉയർന്ന മേഖല പിടിച്ചടക്കി അവിടെ യുദ്ധം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. വ്യോമസേന നമുക്കങ്ങനെ നേരിട്ട് ഉപയോഗിക്കുന്ന പ്രശ്നമാണ് അവിടെ. കാരണം വ്യോമസേന വിമാനങ്ങൾ അവിടെ ബോംബിട്ടുമ്പോൾ എന്തെന്നെ അതിർത്തിക്ക് അപ്പുറത്തൊക്കെ ആവും. പിന്നെ അത് നേരിട്ടുള്ള കോൺഫ്ലിക്റ്റിലേക്ക് മാറും. അങ്ങനെ പിന്നെ അതല്ല, ഈ ഫൈറ്റർ ജെറ്റുകൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ പറക്കുമ്പോൾ പലപ്പോഴും അതിർത്തികൾ ലംഘിച്ചു പോകും ഈ സ്പീഡിൻ്റെ ഇടയിൽ. അങ്ങനെയാണ് നമ്മുടെ 2 സുഖോയി അവർ
പിന്നെ വെടിവെച്ചിട്ടത്. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഈ വാർ എസ്കലേറ്റ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ന്യൂക്ലിയർ പവേഴ്സ് അല്ലേ രണ്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സംയുക്ത പാലിച്ചുകൊണ്ടാണ് ആ യുദ്ധത്തെ നേരിട്ടത്. അത് അങ്ങേറ്റം അസാധ്യമായ യുദ്ധമായിരുന്നു. ലോകത്തെ ഏറ്റവും ഹൈറ്റ്സിൽ നടക്കുന്ന യുദ്ധം. ഇവർ ഓൾറെഡി പ്രധാനപ്പെട്ട ഹൈറ്റ്സ് എല്ലാം ഇവർ കീഴടക്കിയിരിക്കുന്നു. നമ്മുടെ സൈന്യം അങ്ങോട്ട് മുന്നോട്ട് കയറുന്നതനുസരിച്ചിട്ട് ഈ പിന്നെ ഈഴാമ്പാറ്റകളെ പോലെ ഇവന്മാർ വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് രാജീവ് ഗാന്ധിനെ ആളുകൾ സെല്യൂട്ട് എടുത്തത്. ബോഫേസ് രാജീവ് ഗാന്ധിയാണല്ലോ ബോഫേസ് മേടിക്കാൻ ഓർഡർ കൊടുത്തത്. അതിൽ അഴിമതിയൊക്കെ എന്ന ആളുകൾ പറഞ്ഞു. ആ ബോഫേസ് ഉള്ളതുകൊണ്ടാണ് സത്യം നമുക്ക് അവരെ തകർക്കാൻ പറ്റിയത്. അത് വെച്ച് അടിച്ചിട്ടു. കാരണം അന്ന് രാജീവ് ഗാന്ധി കിട്ടിയ ഒരു വിദഗ്ധോപദേശം അതായിരുന്നു, ഇങ്ങനെയുള്ള മേഖലകളിൽ ഇത്രയും ശക്തമായിട്ടുള്ള പീരങ്കികൾ വേണമെന്നുള്ളത്. അത് രാജീവ് ഗാന്ധി എന്ന ഓഫർ കൊടുത്തുകൊണ്ട് ആണ് അത് സംഭവിച്ചത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഇസ്രായേൽ ഇന്ത്യ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു. ആദ്യഘട്ടങ്ങളൊക്കെ നമുക്ക് വലിയ തിരിച്ചടിയായിരുന്നു. പത്രങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളെ പല ഓരോരോ ബറ്റാലിയൻ പോകുമ്പോഴും വലിയ തിരിച്ചടികളുണ്ടായിരുന്നു. അപ്പോൾ ആ തിരിച്ചടികൾക്കിടയിൽ നമുക്ക് ആവശ്യമായ ക്ലസ്റ്റർ ബോംബ്സൊക്കെ വേണ്ടിയിരുന്നു. എങ്കിൽ മാത്രമേ ഈ ക്ലസ്റ്റർ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ പല മേഖല മൈൻ പോലെ ചിതറി വീണ് പൊട്ടുകയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹൈറ്റ്സ് തിരിച്ചു പിടിച്ചത്. താഴെ തോക്കൊണ്ട് മാത്രം പോയിട്ട് കാര്യമില്ല, മുകളിൽ നിന്ന് ഇടണം. അങ്ങനെ ഇടുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. ഈ വിമാനങ്ങളൊക്കെ ദിശ തെറ്റി പോകാം. പിന്നെ ഇവന്മാരുടെ സ്റ്റിങ്കർ മിസൈലുണ്ട്. ഈ സ്റ്റിങ്കർ മിസൈൽ ഉപയോഗിച്ചാണ് അവന്മാർ നമ്മളെ ഫ്ലൈറ്റ്സ് പിന്നെ യുദ്ധവിമാനങ്ങൾ പലതും വീഴ്ത്തി ചെയ്ത് നമ്മളെ പൈലറ്റുമാരെയൊക്കെ വിമാനം ക്രൂരമായി പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ വല്ലാത്തൊരു നമ്മളെ കൈയും കാലും കെട്ടിട്ട് അവസ്ഥ നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ നമ്മളത് ത്രൈവ് ചെയ്തു എന്നുള്ളത് നമ്മളെ ഒരു സൈന്യത്തിൻ്റെ മൊറയിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു. ജനങ്ങളെ മൊറയിൽ ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്യപ്പെട്ടു. ലോകത്തിന് മുന്നേ ഇന്ത്യക്ക് കൂടുതൽ അംഗീകാരം കിട്ടാൻ കാരണമായി. കാരണം ഇത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പോലും നമ്മൾ ആ യുദ്ധം ജയിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ആ യുദ്ധം ജയിച്ചപ്പോൾ നമ്മുടെ ടാർഗറ്റ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു എസ്കലേഷൻ വേണ്ട നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു. അപ്പം ഇത്രയും വലിയ തിരിച്ചടികളും ഇത്രയും വലിയ ചതിയും ഉണ്ടായിട്ട് ഒരു എസ്കലേഷൻ വേണ്ടാന്ന് തീരുമാനിച്ചു. അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് അന്താരാഷ്ട്ര രംഗത്ത് അത്ര പരിചയമുള്ള രീതിയല്ല. അതാണ് അമേരിക്കയൊക്കെ ഈ പറയുന്ന പല സ്ഥലങ്ങളും പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക്, മുൻകൂട്ടിയുള്ള യുദ്ധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു യുദ്ധ ചരിത്രത്തിൽ, ലോകത്തിൻ്റെ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ, ആധുനികോത്തര കാലത്ത് യുദ്ധങ്ങളുടെ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണത്. അതിനുശേഷമുള്ള യുദ്ധങ്ങളാണ് ഡ്രോണുകളൊക്കെ വന്നു തുടങ്ങിയത്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഡ്രോണുകൾ യുദ്ധങ്ങളായിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിലും അതിനുശേഷം മാറി. ഒരു പക്ഷേ ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ഇറ്റ് സെൽഫ്. കാരണം അതിൻ്റെ മുമ്പുള്ള കൺവെൻഷണൽ വാർഫെയർ ആയിരുന്നു. ഇതൊരു നോൺ കൺവെൻഷണൽ ലിമിറ്റഡ് ടാർഗറ്റ് ആയിരുന്നു ഈ യുദ്ധം എന്ന് വെച്ചാൽ. അതിൽ പാകിസ്ഥാൻ ഒരിക്കലും അവരുടെ നേരിട്ട് യുദ്ധത്തിന് വന്നിട്ടില്ല. അവരുടെ പട്ടാളക്കാരെ മുജാഹിദീങ്ങളുടെ വേഷം കെട്ടി അയക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്ന് വെച്ചാൽ പണ്ടത്തെ ടെക്നോളജി തന്നെയാണ് അവർ ഉപയോഗിച്ചത്. വാർപ്ലെയിൻസ് ആൻഡ് ഹോവിസ്റ്റർ കാനൺസ് ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിനുശേഷമുള്ള യുദ്ധം യുദ്ധമാണ്. ഡ്രോൺസ് ആണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ഡ്രോൺസ് ആയിരിക്കും. അപ്പോൾ പലതുകൊണ്ട് പ്രത്യേകതയുള്ളൊരു യുദ്ധമാണത്. അതുപോലെ നമുക്ക് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവിടെയാണല്ലോ ജപ്പാനിൽ ബോംബിടുന്ന അമേരിക്ക. അതിനുശേഷം റഷ്യ, അതുപോലെ ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ, ഇങ്ങനെ 4 ആണവശക്തികൾ തുടരെ അവർ ആണവശക്തികളായി മാറുകയാണ്. എന്നാൽ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പക്ഷെ അവർ നേർക്കുനേർ യുദ്ധത്തിന് പോയില്ല. ഈ ആണവശക്തികൾ പിന്നീട് നേർക്കുനേർ യുദ്ധത്തിന് പോയില്ല. ഇവിടെ ലോകം ഭയന്ന ഒരു കാര്യം, ഇവരെ രണ്ടുപേരെയും, അതായത് നമ്മുടെ കയ്യിലും പാകിസ്ഥാൻ്റെ കയ്യിലും ആണവ ശക്തികളായ 2 രാജ്യങ്ങൾ, ആറ്റം ബോംബുണ്ട്. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ പ്രയോഗിക്കുമോ എന്നുള്ളൊരു ആശങ്ക ലോകത്തിനുണ്ടായിരുന്നു. അത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നതിന് മുമ്പേ ഒന്നിൽ അത് അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇല്ലുമിനാറ്റി സമ്മതിക്കില്ല. അവിടെ ഇല്ലുമിനാറ്റി ഉണ്ട്. പിന്നെ എല്ലാവരും ഇല്ലുമിനാറ്റി ഉണ്ടല്ലോ. ഈ യുദ്ധം ജയിക്കുന്നത് ഇല്ലുമിനാറ്റി അല്ലേ. ഇത് ഫൈനൽ തീരുമാനം എടുക്കുന്ന ആളുകളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ആറ്റം ബോംബ് ഉപയോഗിക്കുക എന്നുള്ള തീരുമാനം എടുക്കുക അത്ര എളുപ്പമുള്ള തീരുമാനമൊന്നുമല്ല. ഇതിന് ഇൻ്റർനാഷണൽ റിപ്ലിക്കേഷൻസ് പഠിക്കും, അത് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കും. ഇങ്ങനെയൊക്കെയാണ്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇത് വളരെ റെസ്പോൺസിബിളായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെ ആശങ്കയുണ്ട് എന്നല്ലാതെ അങ്ങനെ അല്ലാതെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കും. അല്ലെങ്കിൽ അത്രയും തീവ്രവാദിയായ ഒരാൾ ഭരണാധികാരിയാണ്. ആ സമയത്ത് ഇന്ത്യയിലോ ഇപ്പോഴും പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ഒന്നും അത്ര തീവ്രവാദികളൊന്നും അധികാരത്തിലില്ല. പാകിസ്ഥാനിലോ തീവ്രവാദികൾ അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ഇമ്രാൻഖാനാണ് ഏറ്റവും വലിയ തീവ്രവാദി ഇപ്പോൾ അധികാരത്തിൽ വന്നതില്ലേ. പക്ഷേ അയാൾ അതിനൊക്കെതിരാണ്. ഈ ഹാഫിസ് സയ്യിദൊക്കെ ആയിക്കഴിഞ്ഞാലേ ഉള്ളൂ.
ഓഫീസ് ചെയ്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അയാൾ അമേരിക്ക തന്നെ തീർത്തോളൂ. തീർക്കും. കാരണം ഈ ന്യൂക്ലിയർ ഭാഗം പൊട്ടിപ്പോപ്പെട്ട വലിയ പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്ന പോലെ. പിന്നെ അമേരിക്കയെ വിചാരിക്കുന്നത് ഇല്ലൂമിനേറ്റ് വിചാരിക്കുന്നത് കാര്യം കിട്ടില്ല. ന്യൂക്ലിയർ പവറിന് എന്ത് ഇല്ലൂമിനേറ്റ്? അവർക്കിവിടെയൊക്കെ അസറ്റ് ഉണ്ടല്ലോ, അതൊക്കെ തകരും.